ഹലോ ഗൈസ്, ഞാനിന്ന് വന്നേക്കുന്നത് എൻ്റെ സ്പ്ലെൻഡറായിട്ടാണ്. എൻ്റെ സ്പ്ലെൻഡറിലെ വണ്ടി ഓൾമോസ്റ്റ് നമ്മൾ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന ഡിസ്ക്കാണ്. ഭയങ്കര ഈസി ആയിട്ട്, അത് വളരെ ഈസി ആയിട്ട് ഡിസ്ക് ചെയ്യാമെന്ന്, ഏറ്റവും സേഫായിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ക് സെറ്റിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. അത് ചെയ്യുന്ന രീതിയും എല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ അപ്ലോഡ് ആകുന്നതായിരിക്കും. വീലെല്ലാം അഴിച്ച് കഴിഞ്ഞു, ഇനി ചെയ്യാനുള്ളത് നമുക്ക് റിമ്മ് കെട്ടിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പം അതിലോട്ട് ഇനി കിടക്കാം. നമ്മുടെ വണ്ടി അഴിച്ചിട്ടുണ്ട്. അത് അഴിക്കാനാരെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ബേസിക് ഐഡിയ വേണം. ബ്രേക്ക് പമ്പ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് തന്നെ വണ്ടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ടിൽ സംഭവങ്ങൾ പറയാൻ പോവുക. ഇത് നമ്മുടെ ഗ്ലാമറിനും പാഷൻ പ്ലസിനൊക്കെ വരുന്ന, അത് പാഷൻ പ്രോയ്ക്കൊക്കെ വരുന്ന ടൈപ്പ് ഫോർക്കാണ്. ഇതാകുമ്പോൾ ഡയറക്റ്റ് സൂട്ടാണ്. ഇതിന് ഇന്നർ ടു വരെ നമ്മുടെ സ്പ്ലെൻഡറുമായിട്ട് സെയിമാണ്. ഓയിൽ സീലും കാര്യങ്ങളെല്ലാം സ്പ്ലെൻഡറുമായിട്ട് സെയിമാണ്. നമ്മളിതാണ് എടുത്തേക്കുന്നത്. ഇതാകുമ്പോൾ ഡയറക്റ്റ് സൂട്ടാണ്. ഇതിൻ്റെ ഈ ടീ സ്റ്റെമ്പിനകത്ത് ഈ ഇന്നർ ടു നമ്മുടെ ഡയറക്റ്റ്ലി സൂട്ടുമാണ്. നമുക്ക് ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറാൻ നേരം നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. വേറെ വർക്ക്ഷോപ്പിലെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ടീ സ്റ്റെമ്പ് മാറാനാണേലും എന്തെങ്കിലുമൊക്കെ പിന്നീട് ചെയ്യാനുള്ള എന്ത് പരിപാടിക്കും ഈ ടൈപ്പ് ഫോർക്ക് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഇന്നർ ട്യൂബ് ഒന്നും കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കാര്യങ്ങൾ വെച്ചാൽ എളുപ്പമാക്കാൻ വേണ്ടി പമ്പ് ചെയ്യാനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് ഡിസ്ക് ചെയ്യുമ്പം. അപ്പം ഇതിൻ്റെ നമ്മൾ ഓൾറെഡി ഇത് പമ്പ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഗ്ലാമറിൻ്റെ അല്ലെങ്കിൽ യൂണിക്കോണിൻ്റെ കാലിപ്പർ. പക്ഷേ ശ്രദ്ധിച്ചോണം, ഇത് പഴയ മോഡൽ യൂണിക്കോണിൻ്റെയാണ്. പുതിയ മോഡൽ യൂണിക്കോണിൻ്റെ കാലിപ്പർ വ്യത്യാസമുണ്ട്. മാസ്റ്റർ സിലിണ്ടർ നമ്മളിതൊരു വേറെ മേടിച്ചതാണ്. ഇതൊരു അപ്പാച്ചിയുടെ മാസ്റ്റർ സിലിണ്ടറാണ്. ആഫ്റ്റർ മാർക്കറ്റാണ്. അത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മാക്സിമം ഈ സാധനങ്ങൾ പുത്തനിടാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ടും എനിക്കിതിപ്പോൾ ബൈ ചാൻസ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ റെഡിയാക്കാനുള്ള ഉറപ്പുള്ളതുകൊണ്ടുമാണ് ഞാനിത് സെക്കൻഡ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് അങ്ങനെ പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ്സ് യൂസ് ചെയ്യാം. ഫ്രഷ് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സ്പീഡോമീറ്ററൊക്കെ ആണല്ലോ എൻ്റെ കയ്യിലിരുന്നത്. ഇപ്പോൾ ഞാൻ ഡിസ്ക് സെറ്റ് പൊളിച്ചതിനകത്ത് എൻ്റെ കയ്യിലിരുന്നതാണ്. ഇതൊരു ബ്രീഫായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്താണ്. ഇതൊക്കെ യൂസ്ഡാണ്. ഇതൊക്കെ ഫ്രഷ് ഇടുന്നതാണ് എപ്പോഴും ബെറ്റർ. ഞാൻ ഒന്നുകൂടെ പറയുന്നു. അപ്പം നമ്മളിതിൻ്റെ റിമ്മെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഓൾറെഡി. അപ്പോൾ സെയിം ഹബ്ബ് തന്നെയാണ്. ഇത് നമ്മൾ പെയിൻ്റ് അടിച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ് ചെയ്യാൻ ഈ ബ്ലാക്ക് കളർ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. കളറിലൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ പുത്തൻ പ്ലേറ്റായിട്ട് തോന്നി. കുറച്ചും കൂടെ കട്ടിങ്സ് ഒന്നും വേണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. മറ്റേ പ്ലേറ്റിനേക്കാളും കമ്പയർ ചെയ്ത് ബാക്കിലിരിക്കുന്ന പ്ലേറ്റിനേക്കാളും. റിമ്മെല്ലാം ഹീറോയുടെ റിമ്മ് കിടന്ന റിമ്മ് തന്നെയാണ്. സെക്കൻഡ്സ് ഇത് യൂസ്ഡ് റിമ്മ് തന്നെ എടുത്ത് ഞാൻ കെട്ടിച്ചാണ്. റിമ്മ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്പോക്ക് മാറ്റിയിട്ട് ചെയ്തതാണ്. സ്പോക്ക് പുത്തനിട്ടേക്കുന്നത്. അത് പൾസറിൻ്റെ പുതിയ സ്പോക്ക്. ഈ സ്പോക്ക് ഇടുമ്പോൾ ശ്രദ്ധിച്ചാണ്. സ്പോക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. വെച്ചാൽ ലെങ്ത്ത് കൂടിയ സ്പോക്കാണ്. സ്പോക്ക് കിട്ടാൻ കുറച്ച് റേറ്റ് കൂടുതലുമാണ്. ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. ഈ ഫ്രണ്ടിൽ 18 ചെയ്യുമ്പോൾ, അതായത് 18 ഇഞ്ച് റിമ്മിൽ ഈ നമ്മുടെ പൾസറിൻ്റെ അബിട്ട് കോർക്കുമ്പോൾ മാക്സിമം ഈ സ്പോക്ക് ഇട്ട് തന്നെ കോർക്കുന്നതായിരിക്കും നല്ലത്. നല്ല ഒരു ചെരിവും കിട്ടും. കറക്റ്റ് ആ ഒരു 7 കമ്പി, ഈ കമ്പി അത് ഇൻ ബിറ്റ്വീനുള്ള 7 കമ്പിയുടെ ഗ്യാപ്പും കിട്ടും. അപ്പം ഞാനിപ്പോൾ സെറ്റ് ചെയ്ത ഘട്ടത്തിൽ ഹബ്ബ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ബെയറിങ്സ് കുഴപ്പമില്ല. ഇത് കിടന്ന ബെയറിങ്സ് നല്ല ബെയറിങ്സ്, അതൊന്നും മാറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഇത് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ 2 ഫോർക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ഡിസ്ക് കയറ്റുമ്പം ഒത്തിരി പൈസ കൊടുത്ത് 10-15 ഡിസ്ക് ചെയ്ത കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലൊന്നും ചെയ്യാതെ പോകുന്നതും ഈ ഡിസ്ക് ഫെയിലിയറായി പോകുന്നതിനും ഏറ്റവും വലിയ കാരണം എന്നാന്ന് വെച്ചാൽ വീല് സെൻറ്ററിങ് എന്ന് പറഞ്ഞ കാര്യം. എല്ലാവരും ചുമ്മാ തമാശയായിട്ട് വിചാരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്താണ് വണ്ടിയുടെ ബാക്കി ഓവറോൾ ഓട്ടവും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കയറ്റി ഞാൻ കാണിച്ചു തരാം. അതുണ്ട് പ്ലഗ് ആൻഡ് പ്ലേ കേസ്. അതുണ്ട് ഈസി ആയിട്ടാണ് കയറി പോകുന്നത്. ഇത്രയും ഈസി ആയിട്ട് വേറൊരു ഡിസ്ക് സെറ്റ് ചെയ്യാൻ നമ്മൾ അതായത് ഇതിൻ്റെ ലോക്ക് കറക്റ്റ് ഇടുക. ഓക്കെ, നമ്മളിതിൻ്റെ ഹബ്ബ് കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി റിമ്മ് കെട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ബ്രീഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഈ ഗ്യാപ്പ്, അതായത് ഈ ഗ്യാപ്പ്, ഈ ഹബ്ബിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഗ്യാപ്പ് സെയിം ആയിരിക്കണം. അതായത് ഈ ഹബ്ബ് വിറ്റ് ഇത് രണ്ടാലേ വീല് പ്രോപ്പറായിട്ട് സെൻറ്ററിൽ വരത്തുള്ളൂ. ഈ പ്ലേറ്റിൻ്റെയൊക്കെ റൊട്ടേഷൻ കറക്റ്റ് ആകത്തുള്ളൂ. കറക്റ്റായിട്ട്, അതായത് ഒരേതെയും എല്ലാം സെറ്റായിട്ടും വരത്തുള്ളൂ. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന സ്പേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ സ്പേസറാണ്. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാമറിൻ്റെ അല്ലെങ്കിൽ പാഷൻ പ്രോയുടെ ആ ഫോർക്കിനെ ഗ്ലാമർ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ സ്പ്ലെൻഡറിൻ്റെ ഈ ടൈപ്പ് ഫോർക്ക് സ്പേസർ, അതായത് ഈ ഫോർക്കിന് വരുന്ന, അതായത് ഈ എക്സ്റ്റൻഷനുള്ള മുകളിൽ ഫോർക്കിന് വരുന്ന ഈ സൈഡിൽ വരുന്ന സ്പേസർ ഹബിൻ്റെ, അതായത് നോർമൽ കമ്പി, അതായത് സ്റ്റോക്ക് ഹബ്ബ് വീലിൻ്റെ
ഡ്രം ബ്രേക്കിൻ്റെ ഹബിൻ്റെ സ്പേസർ ഇതുണ്ട്. ഈ ചെറിയ സ്പേസർ, വലിയ സ്പേസറല്ല, സ്പ്ലെൻഡറിന് ഈ സ്റ്റെപ്പ് ഇല്ലാത്ത ടൈപ്പ് വലിയ സ്പേസർ വരുന്നുണ്ട്. അത് കട്ട് ചെയ്തൊന്നെങ്കിൽ ഈ ലെങ്ത് ആക്കണം. അതിൽ എളുപ്പമായിട്ടുള്ള പരിപാടി ഇത് ഈ മോഡലിൻ്റെ ഒരു സ്പേസർ എടുത്താൽ മതി. ഇഷ്ടംപോലെ പൊളിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അലവിലുള്ള വീട്ടിൽ മോഡൽ വണ്ടിക്കൊക്കെ ഈ ടൈപ്പ് സ്റ്റെപ്പുള്ള ഫോർക്ക് വരുന്നത്. ഈ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റെപ്പ് പോലെ തന്നെ ഇരിക്കും. അപ്പം ഈ സ്പേസർ സെയിം ആയിട്ട് വരും കണ്ടോ, ഈ ടൈപ്പ്. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ഗ്ലാമറിൻ്റെ തന്നെ അല്ലെങ്കിൽ പാഷൻ പ്ലസിൻ്റെ തന്നെ ഈ സ്പേസറും എടുക്കുന്നതായിരിക്കും, കിട്ടാൻ പാടൊന്നുമില്ല. ഇത് ബ്രാൻഡ് ന്യൂ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, അന്വേഷിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇത് യൂസ്ഡ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഓൾറെഡി ഈ ഫോർക്കാണ് കിടന്നത്, അപ്പോൾ ഈ ഫോർക്കിന് തന്നെ സ്പേസർ എടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ വീല് സെൻറ്ററിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേറെ പ്ലേറ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, സ്പേസർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സ്പേസറിൽ ചിലപ്പോൾ വാഷറൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻറ്റർ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടു പക്കേ ഒരു ഇതിന് തമ്മിലിടയ്ക്ക് ഒരു പ്ലേ പോലും ഇല്ല. അതായത് ഇത് ഹീറോ ഹോണ്ടയുടെ ടീ സ്റ്റമ്പാണ്, ഹീറോ ഹോണ്ടയുടെ സാധനങ്ങളാണ്, എല്ലാ സാധനവും ഹീറോ ഹോണ്ടയുടെ സാധനങ്ങളായതുകൊണ്ട് പക്കയായിട്ട് ഇത്രയും സെറ്റായിട്ട് ഒരു ഡിസ്കും ഇരിക്കില്ല. ഇത്ര സെറ്റായിട്ട് സ്പ്ലെൻഡറിൽ ഈസി ഫ്ലഷ് ഫിറ്റ് ഇതുണ്ട്, പക്കയായിട്ട് അത് ഇരിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി സെറ്റിങ് കാണിച്ചു തരാം. ഇനി വണ്ടി ഡിസ്ക് ചെയ്യുന്ന വണ്ടികളിലൊക്കെ ഉണ്ട്, ഇത് 10-20 രൂപയേ ഉള്ളൂ. ഇതുപോലും മാറാതെ ഡിസ്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക് ചെയ്യുമ്പം ഈ സാധനമൊക്കെ മാറുവാണെങ്കിൽ ഇത് സ്പീഡോമീറ്ററിൻ്റെ ഡ്രൈവ് എടുക്കുന്ന പിനിയന്. അപ്പം ഇത് 20-25 രൂപ കണ്ടേ ഉള്ളൂ. ജെനുവിനൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഷോറൂമിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതും കൂടെ ഒന്ന് മാറ്റിയിടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡോമീറ്ററൊക്കെ കണക്ട് ചെയ്ത് അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാം. അപ്പോൾ നമ്മളതിൻ്റെ വീല് കയറ്റി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. പിനിയനെല്ലാം കയറ്റി വെച്ചു. ഇതുണ്ട്, ഈസി ആയിട്ട് നമുക്കിത് കയറ്റിയിടാൻ പറ്റും. ഈസി ആയിട്ട് കയറ്റിയിടാൻ പറ്റും. നമ്മളതിൻ്റെ ഡിസ്ക് വീല് കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോൾട്ടെല്ലാം മുറുക്കി ഇനി നമ്മൾ ബാക്കി കൂടെ സെറ്റപ്പ് ചെയ്യാൻ പോവാം. ഓക്കെ, നമ്മളിനി ഫ്ലൂയിഡ് ഫില്ല് ചെയ്യണം. എന്നിട്ട് ബബിൾസ് വരുന്നത് വരെ നമ്മളത് പമ്പ് ചെയ്ത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതൊക്കെ അറിയാവുന്ന ജസ്റ്റ് ബേസിക്കായിട്ട് ഇത് ചെയ്യാൻ അറിയാവുന്ന ഒരാളുടെ അടുത്ത് കൊടുത്തേ ഇത് ചെയ്യാവുള്ളൂ. വീഡിയോ മാത്രം കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, മറ്റേ ഇത്ര ക്വിക്കായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതുണ്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങളിത് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചെങ്കിലും ഒരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുക. നിർബന്ധമായിട്ടും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കുക. ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഇപ്പം പെട്ടുപോയി അപ്പം എന്നോട് വിളിച്ച് സംശയം ചോദിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരു മെക്കാനിക്കാണെങ്കിൽ നമുക്കതിൽ കുറേയൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലായോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെ കൊണ്ട് മാത്രം നമ്മളിങ്ങനെ ചെയ്യിപ്പിക്കുക. പ്രത്യേകിച്ച് ഇതൊരു ഓൾട്രേഷൻ വർക്കാണ്, പക്ഷേ സിമ്പിളായിട്ടുള്ള ചെയ്യാവുന്നൊരു ഓൾട്രേഷൻ വർക്കാണ്. നിങ്ങൾക്കൊരു നോർമൽ മെക്കാനിക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു സ്പ്ലെൻഡർ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മാത്രം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വഴി ബൈ.